ബഷീറിന്റെ നോവലാണ് മതിലുകൾ. മതിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇനി സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള ആര് വേണം? ചവറ 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 ബേബി വനം. ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് എന്ത് കിട്ടും? റോലൊക്കെ കിട്ടും. റോല് കിട്ടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വേണം. കടലിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് കയറിയിട്ട് ഗഫൂർ ഖാ ദോസ്ത് ബിന്ദു ബിന്ദു സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷെഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരെ? നമ്മൾ ഇതാ പഠിക്കുകയാണ് കേരളത്തിന്റെ മന്ത്രിസഭ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിന്റെ മന്ത്രിസഭ. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം ഉച്ചയ്ക്ക് നമ്മുടെ ചാനലുകളിലൊക്കെ അതിന്റെ ന്യൂസുകൾ വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഗവർണറുടെ വിജ്ഞാപനം വന്നു. ആ വിജ്ഞാപനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ നോക്കൂ. എന്ത് അടിപൊളി കോഡാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ മന്ത്രിമാരുടെ വകുപ്പുകള്, അവരുടെ നിയോജക മണ്ഡലം എല്ലാം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അപ്പൊ സെറ്റല്ലേ? ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മാർക്ക് ഉറപ്പാണ്. 1, 2, 3 മാർക്ക് വരെ ലഭിക്കാം. കാരണം മുൻകാലങ്ങളിൽ ഇതുപോലെ പുതിയ മന്ത്രിസഭ വന്ന സമയത്ത് ഒരു ചോദ്യ പേപ്പറിൽ 2, 3 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. അപ്പൊ സെറ്റല്ലേ? ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 16ാമത് കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിലെ വ്യക്തികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 13ാമത്തെ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയാവുന്ന 13ാമത്തെ വ്യക്തിയും കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയും. നോക്കൂ, 13, 24. 16ാം കേരള നിയമസഭ, 24ാമത്തെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി ശ്രീ വി.ഡി. സതീശൻ. അദ്ദേഹം ജനിച്ചത് 1964 മെയ് മാസം 31-ാം തീയതി. വർഷം 1 നോട്ട് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെ കണക്ട് ചെയ്യാം? നെഹ്റു മരണപ്പെട്ട തീയതി, വർഷം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ? നെഹ്റു മരണപ്പെടുന്നു 1964. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല, നമ്മൾ പറഞ്ഞിരുന്നു നെഹ്റു മരണപ്പെട്ട സമയത്ത് ബൊക്ക കൊണ്ടുവച്ചു. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല എപ്പോ വന്നു? 64. നെഹ്റു മരണപ്പെട്ടത് 64. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ലെ നെഹ്റു മരണപ്പെട്ടത് ആ ഒരു വർഷമാണ്. നമ്മുടെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ. എറണാകുളം ജില്ലയില് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ? എവിടെയാണ്? നെട്ടൂർ അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. നോക്കൂ, MG സർവകലാശാല യൂണിയന്റെ ചെയർമാനായിരുന്നു. KSUയുടെ ഒക്കെ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ശ്രദ്ധിക്കണം 96-ലാണ്. പ്രധാനപ്പെട്ട വർഷങ്ങൾ ഞാൻ ഈ പറയുന്ന കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. 1996 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. എന്നാൽ വീണ്ടും 5 വർഷത്തിന് ശേഷം ശക്തമായി തിരിച്ചു വന്നു. പഠിക്കേണ്ട വർഷമാണ്, എല്ലാവരും പഠിച്ചേ. 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന വി.ഡി. സതീശൻ ആദ്യമായിട്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുന്നത് 2001-ലാണ്. പറവൂർ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ പറവൂരാണ് ശ്രീ വി.ഡി. സതീശന്റെ മണ്ഡലം. എല്ലാവർക്കും അറിയാം പറവൂര്. ആ പറവൂരിൽ നിന്നും 2001, 2006, 2011, 2016, 2021 5 വർഷം മീൻസ് 5 പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഈ പ്രാവശ്യം 2026-ലും. അപ്പൊ എത്ര പ്രാവശ്യം? ആകെ 6 പ്രാവശ്യമാണ് അദ്ദേഹം പറവൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം, ഇതിനു മുമ്പ് 5 പ്രാവശ്യം എന്ന് വെച്ചാൽ 25 വർഷം അദ്ദേഹം MLA ആയി. ഒരിക്കൽ പോലും മന്ത്രിയാകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ മന്ത്രി ആയിട്ടില്ലായിരുന്നു വി.ഡി. സതീശൻ. ആദ്യമായിട്ടൊരു മന്ത്രിയാവുന്നത് അത് മുഖ്യമന്ത്രിയായിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടും AICC അംഗമായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നത് വി.ഡി. സതീശനായിരുന്നു. അങ്ങനെ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വർഷങ്ങൾ കിട്ടിയോ? ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2001 മുതൽ ഇങ്ങോട്ട് ഓരോ 5 വർഷം കൂടുമ്പോൾ 2001, 2006, 2011, 2016, 2021, ഇപ്പോൾ അവസാനം 2026. ഓക്കെ അല്ലേ? ജനിച്ചത് 64-ലാണ്. നെഹ്റു മരണപ്പെട്ട വർഷമാണ്. പൂക്കി ചുവന്ന കരങ്ങളോട് അത് തൂക്കിയല്ലേ? ഇപ്പൊ പൂക്കി മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില ഭാവങ്ങൾ അല്ലെ? നോക്കൂ, ധനകാര്യം ഞാൻ ഇങ്ങ് എടുത്തു കേട്ടോ, പൊതുഭരണം ഞാൻ ഇങ്ങ് എടുത്തു കേട്ടോ, നിയമം ഞാൻ ഇങ്ങ് എടുത്തു കേട്ടോ, തുറമുഖവും എയർപോർട്ടും മെട്രോയും അങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട്.
നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളൊക്കെ നമ്മുടെ PDF-നകത്ത് ഞാൻ വിശദമായി വേണമെങ്കിൽ അതിന്റെ അവസാനം കൊടുക്കാം. PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടന്റ് ധനകാര്യമാണ്. സാധാരണ നിങ്ങൾ ഇങ്ങനെ കാണാറില്ല അല്ലേ? ആഭ്യന്തരം കാണാറുണ്ട് മുഖ്യമന്ത്രിമാരുടെ കൂടെ. മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്ന കെ മാണി സാർ ഉണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു, ബാലഗോപാൽ ഉണ്ടായിരുന്നു. ഇനി കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഓർത്തു വെച്ചേക്കുക, ധനകാര്യം ആരാണ്? നമ്മുടെ VD സതീശനാണ്. പൊതുഭരണം പിന്നെ നിങ്ങൾക്ക് അറിയാലോ. നിയമം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം P രാജീവ് ഒക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. നിയമം, തുറമുഖവും കഴിഞ്ഞ പ്രാവശ്യം വാസവനൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ് കേട്ടോ. അപ്പൊ തുറമുഖം, നിയമം, ധനകാര്യം, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ എയർപോർട്ടിന്റെ കാര്യങ്ങളുണ്ട്, മെട്രോയുടെ കാര്യങ്ങളുണ്ട്, മറ്റു ഒട്ടനവധി വകുപ്പുകളുണ്ട്, ഒരുപാട് എണ്ണമുണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പഠിക്കുന്നില്ല. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ പഠിക്കണം. അതുകൊണ്ട് മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു വകുപ്പുകളൊക്കെ ആരുടെ കീഴിലാണ് വരുന്നത്? ശ്രീ VD സതീശന്റെ കീഴിലാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പഠിച്ചല്ലോ. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം. ഞാൻ കോഡാക്കേണ്ട ആവശ്യമുണ്ടോ? തുറമുഖം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കാണ് അവിടെ വലിയ പ്രാധാന്യം. അദ്ദേഹം വിഴിഞ്ഞം പോലുള്ള പോർട്ട് ഉണ്ട് അല്ലെ? ധനകാര്യം, കേരളത്തിന്റെ ധനസ്ഥിതി മോശമാണെന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞുവെങ്കിലും ധനകാര്യം അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകണം. നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. നിയമത്തിന്റെ കാര്യം അദ്ദേഹമാണ്. സെറ്റല്ലേടാ? ഈ 4 സെറ്റല്ലേ? ഇനി നമുക്ക് രമേശ് ചെന്നിത്തലയിലേക്ക് പോകാം. നമ്മളോട് പറയാറുണ്ട് ചില സമയത്തൊക്കെ, ചിലടാ നിങ്ങൾ ദയവ് ചെയ്ത് ചെന്ന് തല വെക്കല്ലേ. എവിടാ? പോലീസിന്റെ മുമ്പിലും ജയിലിലൊന്നും കൊണ്ടുപോയി നിങ്ങൾ തല വെക്കല്ലേ. ദയവ് ചെയ്ത് ആഭ്യന്തര വകുപ്പ്, നിങ്ങൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ചെന്ന് തല വെക്കരുത് മക്കളെ. പോലീസുകാരുടെ കയ്യിലൊന്നും പോയി കേറരുത് മക്കളെ എന്ന് പറയാറില്ലേ? ഫയർഫോഴ്സുകാരുടെ കയ്യിലും പോലീസിന്റെ കയ്യിലും ജയിലിലൊന്നും ചെന്ന് തല വെക്കല്ലേ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലം പഠിച്ചു വെക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെ കുറിച്ചൊക്കെ കുറച്ച് അധികം പോയിന്റുകൾ ഞാൻ ഇവിടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. അത് ക്ലാസ്സിൽ പറയില്ല, നിങ്ങൾ ചുമ്മാ വായിച്ചു നോക്കുക PDF-ൽ കേട്ടോ. അത് നമുക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ഹരിപ്പാട് മണ്ഡലം എവിടെയാണ്? ഹരിപ്പാട്. നല്ല പാടാണ് പോലീസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പാടാണ്. ചെന്ന് തല വെക്കരുത്. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന് വെച്ചാൽ പോലീസിന്റെ മന്ത്രി, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ വകുപ്പ്, പ്രധാനപ്പെട്ട ഒന്നാണ് കയർ വകുപ്പ്. കയറി ചെല്ലല്ലേ, ചെന്ന് തല വെക്കല്ലേ, കയറല്ലേ. പോലീസിന്റെ മുമ്പിൽ ഒരു പക്ഷേ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കയറിൽ കെട്ടി തൂങ്ങേണ്ടി വരും. ആലോചിക്കുക. അപ്പൊ കയർ വകുപ്പ് ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കയർ വകുപ്പും വിജിലൻസും ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ വകുപ്പ്, ആഭ്യന്തരം, ചെന്ന് തല വെക്കല്ലേ. ചെന്നിത്തല സെറ്റല്ലേ? സെറ്റാണ്. നോക്കൂ, വളരെ സൗമ്യനായ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ K മുരളീധരൻ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം വട്ടിയൂർക്കാവാണ് അല്ലെ? അവിടെ മുൻ IPS ഓഫീസറും അതുപോലെ തന്നെ പ്രശാന്തൊക്കെ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിനോടൊക്കെ മത്സരിച്ച് ജയിച്ചതാണ് നമ്മുടെ K മുരളീധരൻ, ലീഡറിന്റെ മകൻ. അപ്പൊ മുരളീചേട്ടൻ ഒരു ഭക്തനാണ്. എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോവാറുണ്ട് അല്ലെ? മലയാള മാസം 1-ാം തീയതിയാണോ അത് പോവാറ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്താണെങ്കിലും മുരളിയേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വട്ടിയൂർക്കാവ് മറക്കരുത്. വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? വട്ടിയൂർക്കാവ്, അവിടെ ഒരു അമ്പലത്തിന്റെ ഒരു ഫീൽ ഉണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നും മുരളി. ശ്രീകൃഷ്ണന് ഈ പറയുന്ന മുരളിയല്ലേ? നമ്മളിപ്പോ ഈ പറയുന്ന ഓടക്കുഴലിനെ മുരളി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത്തരത്തില് ശ്രീകൃഷ്ണൻ അല്ലെ? ആലോചിക്കുക, കൃഷ്ണന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുക. ആലോചിക്കുക, ദേവന്റെ മുമ്പിൽ അല്ലെ? ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മുരളി ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആലോചിക്കുക, K മുരളീധരൻ, ദൈവം, ദേവസ്വം, ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറ്. നമ്മുടെ കൃഷ്ണനെ ആലോചിക്കുക, മുരളീധരനെ ആലോചിക്കുക. നമുക്ക് പൊതുമരാമത്ത് എന്ന് പറഞ്ഞാൽ PWD നമുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളും റോഡും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പൊതുമരാമത്താണ്. അപ്പൊ ഒരു മതിലൊക്കെ ഉണ്ടാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അപ്പൊ മതിലൊക്കെ ഉണ്ടാക്കുന്നത് ബഷീറാണ്. ബഷീറിന്റെ നോവലാണ് മതിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇനി സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള ആര് വേണം? നമ്മുടെ ബഷീർ സാഹിബ് വേണം. ഇദ്ദേഹം എവിടെയാണ്? ഏറനാട് മണ്ഡലത്തിലാണ് അല്ലെ? ഏറനാട് മണ്ഡലത്തിലാണ്. മുമ്പ് നമ്മുടെ CD ഹാജിയുടെ ഒക്കെ മകനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന MLA. അപ്പൊ ബഷീർ, PK ബഷീർ. പൊതുമരാമത്ത്, മതിലുകൾ മനസ്സിലുണ്ടാകും ബഷീർ. KM ഷാജി. ഏതാണ് മണ്ഡലം? വേങ്ങര മണ്ഡലം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആദ്യത്തെ മണ്ഡലമായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലമല്ല, അതുകൊണ്ട് വേങ്ങര പഠിക്കുക. ഇത് ഏറനാട്.
ഏറനാട്, ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുമെന്ന് വിചാരിക്കുന്നു, PDF ഉണ്ടാവും കേട്ടോ, നോട്ട് എഴുതി വെക്കണേ. ഏറനാട് മതിലുകൾ എന്ന കൺസെപ്റ്റ് വന്നാൽ ബഷീർ പൊതുമരാമത്ത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, KM ഷാജി പാപ്പൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തദ്ദേശ സ്വയംഭരണം, എടാ പഞ്ചായത്ത് അല്ലേ, പഞ്ചായത്തിന്റെ കമ്പവലി, പഞ്ചായത്തിന്റെ പരിപാടി. നിങ്ങൾ ആ സിനിമ കണ്ടവർക്കറിയാം, ആട് സിനിമ, അതിനകത്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലേ ഷാജി പാപ്പൻ ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. തദ്ദേശ സ്വയംഭരണം, ആ ഒരു ഗ്യാങ്ങിന്റെ രാജാവാണ്, സ്വയം ഭരിച്ചു പോവുകയാണ് ആ കാര്യങ്ങളൊക്കെ. ആ നാട്ടിൽ ആ തദ്ദേശീയമായിട്ട് അവിടുത്തെ സ്വയം ഭരണം നടന്നാലാണ് ഷാജി പാപ്പനാണെന്ന് ആലോചിക്കുക. സിനിമ കണ്ടവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ KM ഷാജി, തദ്ദേശ സ്വയംഭരണം, KM ഷാജി. നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് വരുന്നുണ്ട്, അതിനകത്ത് പറയേണ്ട ഒരുപാട് പോയിന്റുകളുണ്ട്. കാരണം കേരളത്തില് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ വിജയിച്ച MLA ആണ് ആര്? PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായി ഇദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ ഇദ്ദേഹം വ്യവസായ വകുപ്പും IT വകുപ്പുമായിരുന്നു. മക്കളെ, കുഞ്ഞു മക്കൾക്ക് കുഞ്ഞാലില്ലേ, കുഞ്ഞാലി ആലോചിക്കുക, കുഞ്ഞാലിമാർക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ മെയിൻ വ്യവസായം എന്താണ്? നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം ഫോണ്, കമ്പ്യൂട്ടർ, ടാബ്, ഇവരുടെ മെയിൻ പരിപാടി IT ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ മെയിൻ വ്യവസായം ഇപ്പോൾ IT ആണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണ് കാര്യങ്ങളൊക്കെ. അവരെ ഭയങ്കര എക്സ്പേർട്ടാണ്, നമ്മളെക്കാളും ഇത്തരം കാര്യങ്ങൾ അവർ ഭയങ്കര മിടുക്കരായിരിക്കും അല്ലേ. ഇനി നമുക്ക് റവന്യൂയിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് കേരള മന്ത്രിസഭയിലെ റവന്യൂ, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. ഇത് കൈകാര്യം ചെയ്തത് മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. വണ്ടൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലം പറഞ്ഞില്ല, മലപ്പുറം മണ്ഡലം കേട്ടോ. എന്താണ്? മലപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. ഇദ്ദേഹം മണ്ഡലം മാറിയിട്ടുണ്ട്, മലപ്പുറം മണ്ഡലത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടൂർ എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലം മലപ്പുറം തന്നെയാണ്, വണ്ടൂർ. അവിടെ നിന്നാണ് AP അനിൽകുമാർ വരുന്നത്. AP അനിൽകുമാർ. നോക്കൂ, അപ്പം അന്നമാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ആർക്ക്? അപ്പം പോലെ അന്നം കൊടുക്കാറുണ്ട് നമ്മുടെ ആനകൾക്ക്. അങ്ങനെ ആലോചിക്കാം, അപ്പം ആനയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പിറകിലാണ് അന്നം, ഇങ്ങനെ റവ, ഇങ്ങനെ അരിയുണ്ടേ, റവയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു ഫുഡ് ഉണ്ടാക്കി ആനയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ആലോചിക്കുക, റവ കൊടുക്കാറുണ്ട് അപ്പമാക്കിയിട്ട് ആനയ്ക്ക്. അപ്പം, ആന, റവ ഇങ്ങനെ ഉരുട്ടി കുഴച്ച് ഇങ്ങനെ കുറച്ച് സെറ്റ് ആക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആനയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ റവ ആനയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം AP ആന എന്നൊക്കെ ആക്കുക. AP അനിൽകുമാർ റവന്യൂ. ചെറിയൊരു കണക്ഷൻ കിട്ടിയാൽ മതി, ഭയങ്കര കോഡൊന്നുമല്ല, പരീക്ഷ ആളൊന്നും മാറാതിരിക്കാൻ. AP അനിൽകുമാർ. പ്രത്യേകിച്ച് ഇവരൊന്നും അറിയാത്ത പെൺകുട്ടികളുടെ അവർക്ക് വേണ്ടി മാത്രമാണ് കോഡ് പറയുന്നത്. ഷിബു ബേബി ജോണിനെ കുറിച്ച് പറയാം. ഷിബു ബേബി ജോൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ RSP എന്ന പാർട്ടി വരണം. കാരണം ഇത് ഘടകകക്ഷിയാണ്, UDF-ലെ, കോൺഗ്രസ് അല്ല. ഇദ്ദേഹം ചവറയിൽ നിന്നാണ് ഇദ്ദേഹം ജയിച്ചത്, MLA ആയത്, ഇപ്പോൾ മന്ത്രിയാവുന്നു. ഷിബു ബേബി ജോണിന്റെ വകുപ്പ് വനമാണ്. മക്കളെ, വനത്തിൽ ഇങ്ങനെ ചവറൊക്കെ കൂട്ടിയിടാറുണ്ട്. അതിന്റെ അടിയിൽ കെണി വെച്ചിട്ട് അതിൽ പാവം ഒരു ബേബി ആന വീണ് പോയിട്ടോ. ബേബി ആനക്കുട്ടി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നാട്ടിലോ കൂട്ടിലൊക്കെ ഉള്ള കൂട്ടിലുണ്ടാവില്ല ഒരു ബേബി. ആ ബേബി കാട്ടിലായിപ്പോയി, വനത്തിലായിപ്പോയി. ഇപ്പൊ ബേബി വനത്തിലകപ്പെട്ടു. ഏത് ബേബിയാണ്? ഇതാ ആനയുടെ ബേബി. ഇപ്പൊ ബേബി വനത്തിലാണ്. എങ്ങനെയാ വനത്തിലായത്? ചവറിന്റെ മുകളിൽ കൂടെ നടന്നപ്പോൾ അതിനുള്ളിൽ പെട്ടുപോയതാ വനത്തിൽ കേട്ടോ. ചവറ ബേബി വനം. ഷിബു ബേബി ജോൺ. നോക്കൂ, N ഷംസുദ്ദീൻ. ഈ പേരൊക്കെ ഒരുപക്ഷെ കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. N ഷംസുദ്ദീൻ അങ്ങോട്ട് കേൾക്കാൻ പോവാ. മുമ്പ് ശിവൻകുട്ടി അണ്ണൻ ഭരിച്ചിരുന്ന വകുപ്പായിരുന്നു പൊതുവിദ്യാഭ്യാസം അല്ലേ. അപ്പൊ പൊതുവിദ്യാഭ്യാസം കിട്ടുന്നത് നിങ്ങൾ എന്താക്കണം? ഷംസുദ്ദീൻ എന്നുള്ളത് ശുദ്ധിന്നാക്കുക. നല്ല വാക്യശുദ്ധി, നല്ല പദശുദ്ധി. നിങ്ങൾ നല്ല ശുദ്ധിയായി അല്ലെ, നല്ല ശുദ്ധരായി, ശുദ്ധിയോടുകൂടി, പരിശുദ്ധമായി എന്നൊക്കെ പറയില്ല, അങ്ങനെ ശുദ്ധമായി മാറണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. നോക്കൂ, പദശുദ്ധിയും വാക്യശുദ്ധിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മണ്ണാർക്കാട്ടുകാരനായിട്ടുള്ള MLA, മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് N ഷംസുദ്ദീൻ വിജയിച്ചത്. N ഷംസുദ്ദീൻ പഠിച്ചു വെക്കുക. പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഫോട്ടോയിലൊക്കെ ചെറിയ മാറ്റേണ്ട AI ആണ്, ഞാൻ വേറെ എടുത്താണ്. അപ്പൊ N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ശുദ്ധി അല്ലെങ്കിൽ ബുദ്ധി എന്നൊക്കെ ആലോചിച്ച് വെച്ചോ. ഷംസുദ്ദീൻ വിദ്യാഭ്യാസം. നമുക്ക് T സിദ്ദിഖിനെ കുറിച്ച് പഠിക്കാം. സിദ്ദിഖ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സിദ്ധി വേണം. ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു സിദ്ധി ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ ഒരു അത്ഭുത സിദ്ധി വേണം. കുറച്ചൊക്കെ നമുക്കൊരു സിദ്ധി വേണം, എന്നാൽ മാത്രമേ
കൃഷി ചെയ്യാൻ പറ്റൂ. കേട്ടല്ലോ. ഇനി സിദ്ദിഖിനെ നമുക്ക് സ്വാദാക്കാം. നല്ല കൃഷി ചെയ്താൽ നല്ല സ്വാദ്, സ്വാദ് അങ്ങനെയാക്കാം. നല്ല സ്വാദുള്ള ഫുഡ് കിട്ടും. അപ്പൊ കൃഷി വകുപ്പ് മന്ത്രി സിദ്ദിഖാണ്. അദ്ദേഹം എവിടെയുള്ള MLA ആണ്? കൽപ്പറ്റ. വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് ടി സിദ്ദിഖ്. ഇനി CP ജോൺ ആണ്. പി ഹോൺ ജോൺ അല്ല, ഹോൺ പി ജോൺ CP ജോൺ. നോക്കൂ, CMP എന്ന് പറയുന്ന പാർട്ടി നേരത്തെ RSPയുടെ MLA ആയിരുന്നു ഷിബു ബേബി ജോണെങ്കിൽ ഇദ്ദേഹം CMPയുടെ MLA ആണ്. ഇദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ഗതാഗത വകുപ്പാണ് CP ജോണിന് കൊടുത്തത്. CP ജോൺ എന്ത് കൊടുത്തു? ഗതാഗത വകുപ്പ് കൊടുത്തു. ടി സിദ്ദിഖിന് കൃഷി വകുപ്പ്. സിദ്ദിഖ് കൃഷി, പി ജോൺ ഗതാഗതം. ആലോചിക്കുക. നിങ്ങൾ റോ എന്ന് കേട്ടുകോ അല്ലെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, വലിയൊരു എന്താ പറയാ, ആളുകളൊക്കെ ടോപ്പായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പ് ജോലിയാണ്. റോയിലൊക്കെ ജോലി കിട്ടാറാണ്. ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്ക് എന്ത് കിട്ടും? റോയിലൊക്കെ കിട്ടും. റോയിൽ കിട്ടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വേണം. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി ആൻ ജോൺ. അങ്കമാലി MLA, എറണാകുളത്തെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മറ്റേ രേവതി എങ്ങാൻ പറഞ്ഞില്ലേ സിനിമയിൽ, കിലുക്കത്തിൽ. അപ്പൊ അങ്കമാലിയിലെ റോജി ചേട്ടൻ ആലോചിക്കുക. ഉന്നത വിദ്യാഭ്യാസം. മുമ്പ് ബിന്ദു ടീച്ചറായിരുന്നു. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോൺ. നോക്കൂ, അടുത്തത് അനൂപ് ജേക്കബ്. അന്നം ചാക്ക്. ഭക്ഷണം പൊതുവിതരണം ചെയ്യാൻ വേണ്ടി റേഷൻ കടകൾ, സിവിൽ സപ്ലൈസ്. അനൂപ് ജേക്കബ്. ഭക്ഷണം, അരി. അന്നം ജേക്കബ്. റോയിൽ കിട്ടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം പഠിച്ചു വെക്കുക. നോക്കൂ, അടുത്തത് സണ്ണിയാണ്. സണ്ണിയെ നിങ്ങൾ മറക്കില്ല. മണിച്ചിത്രത്തായി സിനിമ കാണാത്തവരുണ്ടാവോ? നമ്മുടെ സണ്ണി കുട്ട. അവളെ നമുക്ക് കറണ്ട് അടുപ്പിക്കണം. എന്നിട്ട് അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ ഒരു ബോധം വെപ്പിക്കണം അല്ലേ? അവർക്ക് കറണ്ട് അടുപ്പിക്കണം ആലോചിക്കുക. സണ്ണിക്കുട്ടൻ അവസാനം ഗംഗേന്ന് വിളിച്ച് ഒരു ഹോമൊക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്പട കുട്ട, സണ്ണിക്കുട്ട, കറണ്ട് അടുപ്പിക്കണം. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. എന്താണ് സൺ? സൂര്യനിൽ നിന്നും വരുന്നു. താപോർജം, പ്രകാശോർജം ഒക്കെ നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കാനില്ലേ? അങ്ങനെയാണെങ്കിൽ ലൈറ്റ്, വെളിച്ചം വരുന്നു. വെളിച്ചമാണല്ലോ വൈദ്യുതി. രാത്രി സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന് പറയുന്നത്. അപ്പൊ സൺ വൈദ്യുതി, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ അമ്പട കുട്ട, സണ്ണിക്കുട്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കാം? ഷോക്കടിപ്പിക്കാം, പരിസ്ഥിതിയെ മനസ്സിലാക്കിപ്പിക്കാം. പാർലമെന്ററി കാര്യം, പരിസ്ഥിതി, വൈദ്യുതി, സണ്ണി ജോസഫ്. അപ്പൊ സണ്ണിൽ നിന്നും വെളിച്ചം വരുന്നു. വെളിച്ചം, വൈദ്യുതി കിട്ടണം. Then VE അബ്ദുൽ ഗഫൂർ ഖാ ദോസ്ത്. ഇനി ഗഫൂർ എന്ന് കേൾക്കുമ്പോ നമ്മുടെ ഗഫൂർ ഖാ ദോസ്ത് ആരാടാ? ഗഫൂർ ഖാ ദോസ്ത് മാമുക്കോയ എന്ന് പാടുന്ന ഒരു മ്യൂസിക് വരി അറിയാത്തോണ്ടാ. പെട്ടെന്ന് എടുത്ത ക്ലാസ് അല്ലേ. നമ്മുടെ ലാലേട്ടനെയും ശ്രീനിവാസനെയും ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടി കപ്പലിൽ കയറ്റുന്നു, ഉരുവിൽ കയറ്റുന്നു. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ കപ്പല്, ഉരു, മത്സ്യബന്ധനം. അതാരായിരുന്നു? കടലിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് കയറിയിട്ട് ഗഫൂർ ഖാ ദോസ്ത്, മീൻ പിടിക്കാനുള്ള ബോട്ട് കയറിയിട്ട് ഗഫൂർ ഖാ ദോസ്ത് എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും പറയിപ്പിക്കുന്നില്ലേ നമ്മുടെ മാമുക്കോയ. അപ്പൊ ഗഫൂർ എന്ന് കേട്ടാൽ നോക്കൂ, സണ്ണി ജോസഫിന്റെ മണ്ഡലം ഞാൻ പറഞ്ഞില്ല, അത് പേരാവൂരാണ്. KK ശൈലജ ടീച്ചറാണ് പരാജയപ്പെടുത്തി അല്ലെ. പേരാവൂർ, കണ്ണൂരുകാരനാണ് പേരാവൂർ. എന്നാൽ VE അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. ഇവിടെ ചില വകുപ്പുകളിൽ ക്ലാസ് ഇത്രയും കേട്ടവരോടാണ്, തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കേരളത്തിൽ ഒരാൾ പോലും ഒരു പക്ഷേ ഈ ഇത്രയും വേഗത്തിൽ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്ന എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്കാണ് വന്നത്, ഞാൻ ഉച്ചയ്ക്കാണ് ക്ലാസ് എടുക്കുന്നത് മന്ത്രിസഭ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ മന്ത്രിസഭയിലെ ചില സുപ്രധാന അല്ലാത്ത വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വെക്കും. നിങ്ങളൊന്ന് കേൾക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ഒന്ന് നോക്കണം കേട്ടോ. സാമൂഹിക നീതി വകുപ്പ് അല്ലെ, ഒരു നീതി കിട്ടുന്നുണ്ടോ ആർക്ക്? ഈ പറയുന്ന മോഹൻലാലിനും ശ്രീനിവാസനും പറ്റിച്ചില്ലേ ഗഫൂർ ഖാ ഫിഷറീസ്. അപ്പൊ ഗഫൂർ ഖാ കൊണ്ടുപോയി നീതി കിട്ടിയില്ല ഫിഷറീസ്. ഇനി എക്സൈസ് ആണ്. നോക്കൂ, എം ലിജുവിനെ നമുക്ക് 500 ml എന്നൊക്കെ ആക്കാം, അല്ലെങ്കിൽ 200 ml
എം ലിച്ചു ML. കുറച്ച് സഹകരിച്ചിട്ട് ചിരിയുടി ഏതൊരു സിനിമയില് നമ്മുടെ ഇന്നസെന്റ് പറയുന്നില്ലേ, കുറച്ചുകൂടി. അപ്പൊ എങ്ങനെ സഹകരണം വേണം കേട്ടോ. എക്സൈസുകാർ വരും ML ഇത്ര ML കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സഹകരിച്ചില്ലെങ്കിൽ എക്സൈസുകാർ പൊക്കിക്കൊണ്ടുപോകും. എക്സൈസ് ML സഹകരണം ML എക്സൈസ്. സംഗതി കത്തി വിചാരിക്കുന്നു. നോക്കൂ, കായംകുളത്ത് നിന്ന് നമ്മുടെ പ്രതിഭ ചേച്ചിയെ പരാജയപ്പെടുത്തി വന്ന ആലപ്പുഴ കായംകുളത്ത് നിന്ന് വന്നാണ് എം ലിച്ചു. ഒരുപാട് തവണ തോറ്റ് പിന്നീട് ഇപ്പൊ ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു എം ലിച്ചു. അദ്ദേഹത്തിന്റെ വകുപ്പാണ് എക്സൈസ് സഹകരണം. കായംകുളം വകുപ്പുകൾ സ്ഥലം ചോദിച്ചില്ല, നിങ്ങൾ ചോദിക്കണേ. കളമശ്ശേരി പി രാജീവിനെ പരാജയപ്പെടുത്തിയാണ് VE അബ്ദുൽ ഗഫൂർ ജയിക്കുന്നത്. കളമശ്ശേരിയാണ് കളമശ്ശേരി കേട്ടോ. എം ലിജുവിന്റെ മണ്ഡലം കായംകുളം. OJ ജനീഷ് കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് OJ ജനീഷ്. ജനീഷ് ആണ്. നല്ല യൂത്ത് ആണ്. കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും താരതമ്യേന പ്രായം കുറവ്. കാരണം നിലവിൽ ഇദ്ദേഹം മന്ത്രിയാവുന്ന ഈ സമയത്ത് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ ആലോചിക്കുക, ജെൻസി ആണ്, യൂത്ത് ആണ്, യുവജനം. യൂത്തിന്റെ അധ്യക്ഷൻ എന്ത് കൊടുക്കും? സ്വാഭാവികമായിട്ടും യുവജനകാര്യം. യൂത്താണ് കായികത്തിൽ മെയിൻ അല്ലേ? സ്പോർട്സ് എന്ന് പറഞ്ഞാൽ യൂത്താണ്. ഇപ്പൊ കായികം. അതുപോലെ തന്നെ യുവാക്കൾക്ക് കൊടുത്തതിന് ഇനി കുറച്ച് വയസ്സന്മാരെ പുരാവസ്തുക്കൾ ആലോചിക്കുക. വയസ്സന്മാരുടെ വകുപ്പല്ല, പുരാവസ്തു വകുപ്പും രജിസ്ട്രേഷനും ഇദ്ദേഹത്തിനാണ് നിലവില് നമ്മുടെ ഗവർണറുടെ ലിസ്റ്റിനകത്തുള്ളത് കേട്ടോ. ഇനി നമുക്ക് 2 വനിതാ രത്നങ്ങളെ പഠിക്കാം. തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച KA തുളസി. കോങ്ങാട് ആ മണ്ഡലം നോട്ട് ചെയ്ത് വെക്കണം. കോങ്ങാട് കേട്ടോ. കോങ്ങാട് അവിടുന്ന് ജയിച്ചാണ് ആര്? തുളസി എന്ന് കേൾക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. പാലക്കാടുകാർക്കറിയാം, പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP ആണ് ശ്രീകണ്ഠൻ അല്ലെ. VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് KA തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ബിന്ദു കൃഷ്ണ മേഡത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കും, ബിന്ദു എന്താന്ന് വിളിക്കുന്നുണ്ടോ? ബിന്ദു എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ആ ടോണിൽ എനിക്ക് വിളിക്കാൻ ഓർമ്മയില്ല. കുറച്ച് മുമ്പ് കണ്ട സിനിമയാണ്. വെറുതെ ഒരു ഭാര്യ, വെറുതെ അല്ല ഭാര്യ, ശരിക്കും അത്രയും കഷ്ടപ്പെടുന്ന ഭാര്യ, വീട്ടിലെ എല്ലാ തൊഴിലും എടുക്കുന്ന ഭാര്യ. അങ്ങനെ ഒരു ഭാര്യ ബിന്ദു എന്ന് വിളിക്കുമ്പോൾ ആലോചിക്കുക, തൊഴില്. നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ബിന്ദു തൊഴിൽ വകുപ്പ് മന്ത്രി. കൂടാതെ കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസിന്റെ വനിതാ വിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായിരുന്നു. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ്. ഇനി നമുക്ക് ജലം. മക്കളെ, ജലത്തിൽ ഇറങ്ങരുത് മോനെ, ജലത്തിൽ ഇറങ്ങരുത് മോനെ, മരിച്ചു പോകും മോനെ, ജലത്തിൽ ഇറങ്ങരുത് മോനെ, വിപത്താണ് മോനെ, ജലവിഭവം മോൻസ്. ആലോചിക്കുക, ജലവിഭവം എന്ന് കേൾക്കുമ്പോ ആ കടുത്ത തീരുമാനമൊക്കെ എടുത്തു. ആ തുരുത്തിന്റെ ഒന്നും ഇറങ്ങില്ലേ, ആ തുരുത്തുനിന്ന് ഇറങ്ങരുതേ, ആ കടിയ തുരുത്തുനിന്ന് ഇറങ്ങരുതേ. കടുത്തുരുത്തിയിൽ നിന്നും വരുന്ന മോൻസ് ജോസഫ്, കേരള കോൺഗ്രസിന്റെ മന്ത്രിയാണ് മോൻസ് ജോസഫ്. കടുത്തുരുത്തി ജലവിഭവം. ഇവിടെ ബിന്ദു കൃഷ്ണയുടെ മണ്ഡലം ഞാൻ പറയാൻ വിട്ടു, കൊല്ലമാണ് കേട്ടോ. കൊല്ലം ഒരുപാട് എന്താ പറയാ തൊഴിലാളികളൊക്കെ ഉള്ള മണ്ണാണ്, അതുകൊണ്ട് തൊഴിൽ വകുപ്പ്. കൊല്ലത്ത് തന്നെയുള്ള കുണ്ടറ എന്നാണ് ആര് ജയിച്ചത്? PC വിഷ്ണുനാഥ്. കുണ്ടറയാണ് കേട്ടോ. കുണ്ടറയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് PDF നിങ്ങൾ വായിക്കുക. കുണ്ടറയിൽ നിന്ന് PC വിഷ്ണുനാഥ്. ഏതാണ് വകുപ്പ്? ടൂറിസം ആണ്. വിഷ്ണു എന്ന് കേൾക്കുമ്പോ അല്ലേ, നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെ ആലോചിക്കുക. സംസ്കാരം, ഒരുപാട് സിനിമയിലുണ്ട് വിഷ്ണു. വിഷ്ണു സാംസ്കാരികം, സിനിമ, ടൂറിസം. PC വിഷ്ണുനാഥ് അല്ലെ. ഏറ്റവും ഒരു അടിപൊളിയായിട്ട് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യൂത്താണ് PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിന് പക്ഷേ എല്ലാവർക്കും അറിയണ്ടോ? PC വിഷ്ണുനാഥ് മറക്കേണ്ട. നമ്മുടെ ടൂറിസം മന്ത്രിയും സാംസ്കാരിക സിനിമാ മന്ത്രിയൊക്കെയാണ്. ഇനി തെരഞ്ഞെടുത്തിട്ടില്ല ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ, എന്നാലും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വേറെ ഒന്നും മാറ്റങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. കേരളത്തിന്റെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, കേരളത്തിന്റെ ചീഫ് വിപ്പ് നിയമസഭയിലെ അപ്പു ജോൺ ജോസഫ്. ഓർത്ത് വെച്ചേക്കണം കേട്ടല്ലോ. ഈ 3 പേര് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. കേരളത്തിന്റെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, കേരളത്തിന്റെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. അപ്പോ ഈ സ്പീക്കറെ തെരഞ്ഞെടുക്കണമെങ്കിൽ, തെരഞ്ഞെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിലവിൽ കേരളത്തിന് പ്രോം ടൈം സ്പീക്കർ ഉണ്ട്. 16ാം കേരള നിയമസഭയിലെ പ്രോം ടൈം സ്പീക്കറായിട്ട് അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച മുൻ മന്ത്രിയും CPM നേതാവുമായിരുന്നു, പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച G
ജി സുധാകരൻ മറക്കണ്ട. ജി സുധാകരനാണ് കേരളത്തിന്റെ 16ാം കേരള നിയമസഭയുടെ പ്രോം ടൈം സ്പീക്കർ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, ചീഫ് വിപ്പ് ജോൺ ജോസഫ്, നമ്മുടെ ജോസഫ് സാറിന്റെ മകൻ തൊടുപുഴയാട്ടോ. ഇനി മന്ത്രി വസതികൾ ഞാൻ അവസാനം ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ചെന്നിത്തല പമ്പയിലും മോൻസ് ജോസഫ് പെരിയാറിലുമാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ വസതികളുടെ പേര് ചുമ്മാ കൊടുത്തതാണ്. അതുകൂടി നിങ്ങൾ ഒന്ന് വെറുതെ വായിച്ചു പോവുക. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഇത്രയും വകുപ്പുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തില് ഒരു പക്ഷേ PSC പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനല് പൂർണ്ണമായ മന്ത്രിസഭ വന്നതിന് ശേഷം ഇത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ്. ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടുള്ള മന്ത്രിസഭയായിരുന്നില്ല. പല ഊഹാപോഹങ്ങളായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി നമ്മുടെ മന്ത്രിസഭ വന്നിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വകുപ്പുകൾ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട വകുപ്പിലൊന്നും മാറ്റില്ല, തീർച്ചയായിട്ടും അത് ഒന്ന് കമന്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ പിൻ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ് കാണുന്നവരാണെങ്കിലും ഒരു മാറ്റം ഉണ്ടാവില്ല. സെറ്റായിട്ട് പഠിക്കുക മക്കളെ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ഒരു മാർക്ക് കിട്ടട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.